ഹലോ വെൽക്കം ബാക്ക് ടു 3D ഫാമിലി. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? എൻ്റെ പേര് ദീപ്തി ദിലീപ്. കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് നമ്മളിന്ന് ഒരു നോർമൽ വ്ലോഗുമായിട്ട് വരുന്നത്. അപ്പോൾ കുറേ ദിവസങ്ങളിലെ ഒരുപാട് വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ടുണ്ട്. നിങ്ങളുടെ കമൻസും അതുപോലെ സ്നേഹവും ഒക്കെ ഞാൻ കാണുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിനെല്ലാത്തിനുള്ള ഒരു മറുപടിയാണ് ഈ ഒരു വ്ലോഗെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പം ഉച്ചയ്ക്കത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ഒരു ലഞ്ച് പ്രിപ്പറേഷനും കാര്യങ്ങളും ഒക്കെ ആയിട്ടുള്ള ഒരു വ്ളോഗാണ് കേട്ടോ. അപ്പോൾ പാത്തൂസ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇരുന്ന് കളിക്കുകയാണ്. അപ്പോൾ ഒരു മെയിനായിട്ടുള്ളൊരു വിശേഷം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കഴിഞ്ഞ വ്ളോഗിലൊക്കെ എൻ്റെ അമ്മ ഇവിടെ ഉണ്ടായിരുന്നു. അമ്മ പിന്നെ പെട്ടെന്ന് നാട്ടിലേക്ക് തിരിച്ചു പോയായിരുന്നു. അമ്മയ്ക്ക് ചെറിയ രീതിയിലൊന്ന് വയ്യാതെയൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്കും വയ്യാതിരിക്കുന്ന സിറ്റുവേഷനിൽ എല്ലാം കൂടെ മാനേജ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് അമ്മ നാട്ടിലേക്ക് തിരിച്ചു പോയി. പകരം ദിനുവിൻ്റെ അച്ഛനും അമ്മയും തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നിങ്ങളെല്ലാം ഇതിന് മുന്നത്തെ വ്ളോഗിലൊക്കെ കണ്ടിട്ടുള്ളതായിരിക്കും അമ്മയച്ഛനെ. അപ്പോൾ അന്ന് എല്ലാവരും ചോദിക്കാറുണ്ട് ഇത് എൻ്റെ അമ്മയാണോ ദിനുവിൻ്റെ അമ്മയാണോ എന്ന്. ഇത് ദിനുവിൻ്റെ അമ്മയാണ് കേട്ടോ. അപ്പോൾ അവർ രണ്ടുപേരും പെട്ടെന്ന് എനിക്ക് വയ്യാതിരുന്നുകൊണ്ട് തിരിച്ചു വന്നു. കഴിഞ്ഞ ആഴ്ചയാണ് അവർ വന്നത്. ഈ ഒരു കംപ്ലീറ്റ് ആഴ്ച എനിക്ക് തീരെ വയ്യാണ്ട് കിടപ്പിലായിരുന്നു കേട്ടോ. എനിക്ക് സംസാരിക്കാനോ ഭക്ഷണം കഴിക്കാനോ ഒന്നും പറ്റുന്ന സിറ്റുവേഷൻ അല്ലായിരുന്നു. കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ അടുത്ത് പല്ല് എക്സ്ട്രാക്ഷൻ അവർ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എക്സ്ട്രാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 2 ദിവസം കഴിഞ്ഞേ വീഡിയോ ഇടാൻ പറ്റുള്ളൂ. പക്ഷേ എക്സ്ട്രാക്റ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എനിക്ക് പെയിൻ ഭയങ്കരമായിട്ട് കൂടി ഡ്രൈ സോക്കറ്റ് എന്ന് പറയുന്ന ആ ഒരു സിറ്റുവേഷനിലേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുവരെയും അത് തീർത്ത് മാറിയിട്ടില്ല. ഇനിയും ഒരു 10 ഡേയ്സും കൂടി എടുക്കുമെന്നാണ് ഡോക്ടർ പറയുന്നത് ഞാനൊന്ന് ഓക്കെ ആയിട്ട് വരാനായിട്ട്. പക്ഷേ പെയിൻ നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം ഇന്ന് കുറേ വിശേഷങ്ങൾ പറയാനുള്ളതിൽ കുറച്ച് വിശേഷങ്ങൾ പറഞ്ഞു പോകാം. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് നമ്മൾ ഗീ റൈസും ചിക്കൻ കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് ഞാൻ കിച്ചണിൽ കയറുന്നത്. അമ്മ വന്നതിന് ശേഷം ഞാൻ കിച്ചണിൽ കയറിയിട്ടേ ഇല്ല, കംപ്ലീറ്റ് റെസ്റ്റായിരുന്നു. അപ്പോൾ ഇന്ന് എന്തായാലും ഇത്തിരി കുറഞ്ഞതുകൊണ്ട് തന്നെ ഗീ റൈസും ചിക്കൻ കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ചിക്കൻ കറി അമ്മ ഉണ്ടാക്കും, ഗീ റൈസ് ഞാനും ഉണ്ടാക്കും. അപ്പോൾ പാത്തോനാണെങ്കിലും ചോറും ഒക്കെ കഴിച്ച് അവളും മടുത്തു. അപ്പോൾ പിന്നെ എന്തായാലും അവൾക്കൊന്ന് ഗീ റൈസ് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇത് നമ്മൾ പാത്തോന് ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്തായിരുന്നു, ടോയ്സ് ഒക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റോറേജ് ബോക്സ്. അപ്പം അത് നല്ല യൂസ്ഫുൾ ആണ് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതിപ്പം ടോയ്സ് മാത്രമല്ല, നമുക്ക് ഈ കുട്ടികളുടെ ഡ്രസ്സുകളാണെങ്കിലും നമ്മുടെ ഡ്രസ്സുകളാണെങ്കിലും നമുക്ക് എന്തിനൊക്കെ വേണമെങ്കിലും ഒരു ഐഡിയ ഉപയോഗിച്ച് യൂസ് ചെയ്യാൻ പറ്റുന്നു, അതിനൊക്കെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ പാത്തു എല്ലാവരും ഓപ്പൺ ചെയ്ത് കാണിക്കാമെന്ന് പറഞ്ഞ് ഓപ്പൺ ചെയ്ത് കാണിച്ചാട്ടോ. അച്ഛൻ നടക്കാൻ പോയതായിരുന്നു. നടക്കാൻ പോയിട്ട് തിരിച്ച് വന്നത്. അച്ഛൻ വന്ന ഉടനെ തന്നെ പാത്തു കളിക്കണം എന്നും പറഞ്ഞുകൊണ്ട് ബോളൊക്കെ എടുത്തുകൊണ്ട് വന്ന് അച്ഛനെ കളിക്കാനായിട്ട് പിടിച്ച് നിർത്തിയേക്കാണ് കേട്ടോ, ബോൾ കളിക്കാമെന്നും പറഞ്ഞ്. അപ്പോൾ അച്ഛനും അമ്മയും കൂടെ ഉള്ളതുകൊണ്ട് തന്നെ അവൾ ഭയങ്കര ഹാപ്പിയാണ്. അച്ഛൻ അവളുടെ കൂടെ കളിക്കാനും എടുക്കാനൊക്കെ കൂടുകയും ചെയ്യും. അമ്മയ്ക്ക് ബാക്കി ജോലികളും ചെയ്യാം. എൻ്റെ അമ്മ വന്ന് നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അവൾ വീട്ടിലെ ജോലികൾ ചെയ്യാൻ സമ്മതിക്കത്തില്ല. ഫുൾ ടൈം അവളുടെ കൂടെ കളിക്കണം എന്നും പറഞ്ഞ് വഴക്കായിരുന്നു. ഇതിപ്പോൾ അച്ഛനും കൂടെ ഉള്ളത് കൊണ്ട് തന്നെ ആ ഒരു പ്രശ്നമില്ല. അവൾ അച്ഛൻ്റെ കൂടെ അല്ലെങ്കിൽ അമ്മയുടെ കൂടെ മാറി മാറി കളിക്കുകയും എടുക്കുകയൊക്കെ ചെയ്തോളും. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കും സമാധാനമുണ്ട്. ഇപ്പോൾ കുറേ ദിവസങ്ങൾക്ക് ശേഷം ഞാൻ കിച്ചണിൽ കയറിയതായതുകൊണ്ട് തന്നെ അവിടെ വന്നിങ്ങനെ എൻ്റെ അടുത്ത് വർത്തമാനമൊക്കെ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ അവളും. അപ്പം ഞാൻ അപ്പത്തിന് അരയ്ക്കാനായിട്ട് അരി ഒന്ന് കുതിർക്കാനിടുകയാണ് കേട്ടോ. അപ്പം വൈകിട്ട് അപ്പത്തിന് അരച്ച് വെക്കണം. ചിക്കൻ ഉണ്ടാക്കുന്നുണ്ടല്ലോ, അപ്പോൾ രാവിലെ ചിക്കൻ കറി ഉണ്ടാവുമെങ്കിൽ അപ്പം കൂടെ ചുട്ടാൽ മതിയല്ലോ. അതുകൊണ്ട് തന്നെ അപ്പത്തിന് അരയ്ക്കാനായിട്ട് ഞാൻ ഇഡ്ഡലി റൈസ് ഒന്ന് കുതിർക്കാനിട്ടിട്ടുണ്ടായിരുന്നു. അമ്മ പിന്നെ ചിക്കൻ കറി വെക്കാനായിട്ട് തുടങ്ങുകയാണ്. അപ്പോൾ അമ്മയുടെ ചിക്കൻ കറിയുടെ റെസിപ്പി ഞാൻ ഇതിന് മുന്നേ ഷെയർ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്യണം. പിന്നെ ഗീ റൈസിൻ്റെ റെസിപ്പി ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ച് പോകുന്നുണ്ട്. ഞാൻ ഇതിന് മുന്നേയും ഷെയർ ചെയ്തിട്ടുള്ളതാണെന്ന് തോന്നുന്നു. പക്ഷേ എന്തായാലും ഞാൻ ഈ വീഡിയോയ്ക്കകത്തും കൂടെ ഒന്ന് ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഗീ റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഉരുളി വെച്ചിട്ടുണ്ട്. ഉരുളിയിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാൻ പോകണം. ഇത് പാലായി നമ്മ നെയ്യ് ഉരുക്കി എടുത്തുകൊണ്ട് തന്നതായിരുന്നു. അതിപ്പം ഞങ്ങൾ വന്ന സമയത്ത് 1 മാസം മുന്നേ കൊണ്ടുവന്നതാണ് കേട്ടോ. അതിപ്പോൾ തീരാറാകുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ ഞാൻ നെയ്യ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അതൊന്ന് ഉരുക്കി വരണം. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ നാട്ടിൽ നിന്ന് വന്നിട്ട് 1 മാസം ആകാറായി. അപ്പോൾ പല്ലുവേദന തുടങ്ങിയത് നാട്ടിൽ നിന്ന് തിരിച്ച് പോരുന്ന എന്നായിരുന്നു. അപ്പോൾ 1 മാസം കൊണ്ട് എനിക്ക് ഈ പല്ലുവേദനയാണ് കേട്ടോ. അപ്പം നെയ്യൊക്കെ ഒന്ന് ചൂടായി വന്നപ്പോൾ അതിലേക്ക് കുറച്ച് കാഷ്യൂനട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. സാധാരണ നമ്മൾ ബിരിയാണിക്കും ഗീ റൈസിനും ഒക്കെ ചെയ്യുന്ന പോലെ തന്നെ ആവശ്യത്തിന് കാഷ്യൂനട്ടും അതുപോലെ തന്നെ ഉണക്കമുന്തിരിയും കുറച്ച് സവോളയൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് നെയ്യ് തന്നെ വേണമെന്നില്ല, വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടാണെങ്കിലും ഫ്രൈ ചെയ്തെടുക്കുക. പിന്നെ അതിൻ്റെ
അളവിലൊക്കെ നമ്മുടെ കയ്യിൽ എന്തുമാത്രം ഉണ്ടോ അതനുസരിച്ചിട്ട് വ്യത്യാസങ്ങൾ വരുത്തി ഫ്രൈ ആക്കി എടുക്കാം. അപ്പം ഞാനും അമ്മയും കൂടി ഇങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞ് ഓരോന്ന് ചെയ്യുകയാണ്. അപ്പം ഞാൻ പറഞ്ഞില്ലേ ഇത്രയും ദിവസം എനിക്ക് റെസ്റ്റ് ആയിരുന്നു. അതിപ്പം അമ്മയൊക്കെ ആണെങ്കിലും വന്ന് നിൽക്കാൻ പറ്റുന്നൊരു സാഹചര്യം ആയതുകൊണ്ടാണ് എനിക്കാണെങ്കിലും ഒന്ന് റെസ്റ്റ് എടുക്കാൻ പറ്റിയത്. അല്ലാന്നുണ്ടെങ്കിൽ പാത്തുവിനെ വെച്ചിട്ട് എൻ്റെ അവസ്ഥ വളരെ ദയനീയമായിരുന്നു. പാലായിൽ നിന്ന് അമ്മയാണെങ്കിലും വന്നെങ്കിലും അമ്മ ഒന്നര ആഴ്ചയോളം അമ്മ നിന്നു കേട്ടോ. അമ്മയ്ക്കും പിന്നെ വയ്യാണ്ടായി. അപ്പോൾ അമ്മയ്ക്ക് പോകേണ്ട സാഹചര്യത്തിൽ ഉഷാമ്മ വരാമെന്ന് പറഞ്ഞു, ദിനുവിൻ്റെ അമ്മ വരാമെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ അച്ഛനമ്മമാരുള്ളപ്പോഴേ നമുക്കതിൻ്റെ ആ ഒരു വില മനസ്സിലാകത്തുള്ളൂ. കാരണം എത്രയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവർ നോക്കുന്നിടത്തോളം കാര്യമായിട്ട് നമ്മൾ വേറെ ആരും നോക്കത്തില്ല. അവരുടെ ആ ഒരു സ്നേഹവും കെയറും കിട്ടുമ്പോൾ തന്നെ നമ്മുടെ പകുതി അസുഖങ്ങൾ മാറുകയും ചെയ്യും. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു ഭാഗ്യമുണ്ട്. എൻ്റെ അമ്മയുടെ അടുത്തു നിന്നാണെങ്കിലും അമ്മായിയമ്മയുടെ അടുത്തു നിന്നാണെങ്കിലും നമുക്ക് ആ ഒരു സ്നേഹം കിട്ടുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നും. ഇപ്പോൾ വയ്യാത്ത സാഹചര്യത്തിൽ ഒന്നും ചെയ്യാനിട്ട് അമ്മ സമ്മതിക്കാറുമില്ല കേട്ടോ. അപ്പോൾ എല്ലാ വീടുകളിലെ പോലെയും എന്തെങ്കിലുമൊക്കെ പിണക്കങ്ങളും പരിഭവങ്ങളും ഒക്കെ അമ്മയായിട്ടാണെങ്കിലും അമ്മായിയമ്മയായിട്ടാണെങ്കിലും ഒക്കെ ഉണ്ടാകും. പക്ഷെങ്കിൽ അതൊക്കെ പറഞ്ഞ് തിരുത്തി മുന്നോട്ട് ജീവിതം ഹാപ്പി ആയിട്ട് കൊണ്ടുപോകുന്നതിലാണ് നമ്മുടെ ജീവിത വിജയം എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും ഇനിയിപ്പം ഗീ റൈസ് ഉണ്ടാക്കാനായിട്ട് വറുത്ത് കോരി അതേ നെയ്യിലേക്ക് ഞാൻ കുറച്ച് സ്പൈസസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 4-5 ഏലക്കായും 4-5 ഗ്രാമ്പും 2 കഷ്ണം പട്ട, അതുപോലെ 2 തക്കോലം, ഒരു ബേ ലീഫും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാണ്. അപ്പം 3 ഗ്ലാസ് അരിയുടെ അളവിലാണ് കേട്ടോ ഞാൻ ഗീ റൈസ് ഉണ്ടാക്കുന്നത്. ഇനിയിപ്പോൾ ആ ഒരു സ്പൈസസ് ഒക്കെ ഒന്ന് ചൂടായി വന്നു കഴിയുമ്പോഴത്തേക്കും അതിലേക്ക് ഒരു സവോള, ഒരു മീഡിയം സൈസിലുള്ള സവോള അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ചെറുതായിട്ട് അരിഞ്ഞിട്ട് വേണം നമ്മൾ ഇട്ട് കൊടുക്കാനായിട്ട്. എന്നിട്ട് ആ ഒരു നെയ്യിലിട്ടതൊന്ന് വഴറ്റിയെടുക്കാൻ നന്നായിട്ടൊന്ന് വഴണ്ട് വരണം. സവോള ചിക്കന് വേണ്ടിയിട്ട് അരിഞ്ഞ കൂട്ടത്തിൽ അമ്മ ഗീ റൈസിനും കൂടെ ഉള്ളത് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ 3 കപ്പ് അരിയെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ ഞാൻ 250 ml കപ്പിൽ 3 കപ്പ് ജീരകശാല റൈസ് എടുത്തിട്ട് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അരമണിക്കൂർ സോക്ക് ചെയ്ത അരി നന്നായിട്ട് വെള്ളം വാലാനായിട്ട് ഡ്രെയിൻ ചെയ്യാൻ വെച്ചിട്ട് അങ്ങനെ എടുത്ത അരി ഞാനിപ്പം ഈ ഒരു ഉരുളിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇനി നന്നായിട്ടൊന്നത് വഴറ്റിയെടുക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ ഈ ഒരു അരിയെല്ലാം ജലാംശം എല്ലാം പോയി ഇത് നന്നായിട്ടൊന്ന് ഡ്രൈ ആയിട്ട് വരണം. അതുവരെ ഞാനിതൊന്ന് വഴറ്റിയെടുക്കും. അങ്ങനെ ഞാനിത് വഴറ്റി കൊടുത്തുകൊണ്ടേ ഇരിക്കുകയാണ്. പാത്തു ആണെങ്കിൽ അമ്മയുടെ അടുത്ത് ഗുസ്തി പിടിച്ച് ഇങ്ങനെ അടുക്കളയിൽ തന്നെ വന്ന് നിൽക്കുകയാണ്. കബോർഡൊക്കെ തുറന്ന് അമ്മ എടുക്കണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വാശി പിടിച്ചുകൊണ്ട് അപ്പോൾ ഇങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞ് ഞങ്ങളിങ്ങനെ ജോലികൾ ചെയ്യുകയാണ്. അപ്പം കണ്ടില്ലേ ഈ ഒരു പരുവത്തിൽ നമ്മൾ അരി ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം. ഓരോ അരിയും ഇങ്ങനെ വിട്ട് വരുന്ന ഈ ഒരു പരുവത്തിൽ നമ്മളിതൊന്ന് ഡ്രൈ ആക്കി കഴിയുമ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പം 1 കപ്പ് അരിക്ക് 1.25 കപ്പ് വെള്ളം എന്നുള്ള അളവിനാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. അപ്പോൾ 1 കപ്പ് അരിക്ക് 1.25 കപ്പ് വീതം 3 ഗ്ലാസ് അരിക്ക് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അത് നന്നായിട്ടൊന്ന് വെള്ളം തിളപ്പിച്ചതിന് ശേഷം വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. അങ്ങനെ തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ടേസ്റ്റ് നോക്കണം. അരിയും കൂടെ വെന്ത് ചോറായി വന്ന് കഴിയുമ്പോഴത്തേക്കും പാകത്തിനുള്ള ഉപ്പ് വേണം. അപ്പോൾ എപ്പോഴും വെള്ളത്തിൽ കുറച്ച് ഉപ്പ് മുന്നോട്ട് നിൽക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അങ്ങനെ ഉപ്പ് ഇട്ട് കൊടുത്ത് ഇത് തിളച്ച് വന്നിട്ടുണ്ട്. തിളച്ച് വന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മളത് ലോ ഫ്ലെയിമിലോട്ട് ഇട്ടിട്ട് മൂടി വയ്ക്കും. അങ്ങനെ മൂടി വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് കൂടുമ്പോൾ ഒന്ന് ജസ്റ്റ് തുറന്നൊന്ന് ഇളക്കി ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ അമ്മയുടെ ചിക്കൻ കറി ഇവിടെ ഏകദേശം റെഡിയായൊക്കെ വരുന്നുണ്ട്. അപ്പോൾ പൊടികളൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാണ്. അപ്പം എടുത്ത പാത്രം ഇച്ചിരി ഒരു ചെറുതായി പോയോന്നൊരു സംശയമുണ്ട്. ഇളക്കാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നു അമ്മ കേട്ടോ. അപ്പം ഞാൻ ഈ ഒരു ഉരുളിക്കകത്ത് റൈസ് വെച്ചത് കൊണ്ടാണ് ചെറിയ പാത്രത്തിൽ നമ്മൾ ചിക്കനും വെച്ചത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒന്ന് റൈസ് ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കണം. ഒരുപാട് കുഴഞ്ഞു പോകാതിരിക്കാനായിട്ട് പതുക്കെ ഇളകണം കേട്ടോ. പിന്നെ പാത്തുവാണെങ്കിൽ അമ്മയും വിളിച്ചുകൊണ്ട് പോയിരുന്ന് അച്ഛൻ്റെ ഫോൺ എടുത്ത് വെച്ചിട്ട് പാട്ട് വെച്ചിട്ട് അമ്മയോട് ഓരോന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഡാൻസൊക്കെ കളിച്ച് കാണിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ടൈമിൽ ചിക്കൻ കറി ആണെങ്കിലും ആവശ്യത്തിന് വെള്ളമൊക്കെ ചേർത്ത് ഞാനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അമ്മ വെള്ളമൊക്കെ തിളയ്ക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു ചിക്കൻ കറിക്ക് ഒഴിക്കാൻ. അപ്പോൾ എൻ്റെ സൗണ്ടിന് ചെറിയൊരു വ്യത്യാസമുണ്ട് കേട്ടോ. ഇപ്പോഴും ശരിയായിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനിടയ്ക്ക് ത്രോട്ട് ഇൻഫെക്ഷനും വന്നായിരുന്നു. അപ്പോൾ ത്രോട്ട് ഇൻഫെക്ഷനും കൂടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ആകെ പാടായിരുന്നു. ഇപ്പോൾ അതിനുള്ള മെഡിസിനും ഒക്കെ എടുത്ത് സൗണ്ടൊക്കെ ഒന്ന് റെഡിയായി വരുന്നതേ ഉള്ളൂ. അതിൻ്റെ കൂടെ പല്ലുവേദനയുടെ മരുന്നുകളും ഒക്കെ ഇപ്പോഴും ഉണ്ട്. അപ്പം ഡോക്ടറെ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ 2 ദിവസം കൂടുമ്പോൾ. അതൊക്കെ ശരിയായി വരുന്നതേ ഉള്ളൂ.
അപ്പം നമ്മുടെ ഗീ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കറക്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ലോ ഫ്ലെയിമിലിട്ട് നമ്മൾ കുക്ക് ചെയ്താൽ മതി. അപ്പോൾ കറക്റ്റായിട്ട് ആ വെള്ളത്തിന് ഇത് വെന്ത് വരും. അപ്പോൾ അതിനുശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന കാഷ്യൂനട്ടും കിസ്മിസും സവോളയൊക്കെ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്യുകയാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സെർവ് ചെയ്യുന്ന സമയത്ത് മിക്സ് ചെയ്താലും മതിയാകും. ഞാനിപ്പോൾ മിക്സ് ചെയ്തിട്ട് അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂണും കൂടെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് നെയ്യും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് മൂടി വെച്ചിട്ട് സെർവ് ചെയ്യുന്ന സമയത്ത് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് സെർവ് ചെയ്താൽ മതിയാകും. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ഗീ റൈസ്, വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഗീ റൈസ് റെഡി ആയിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പോൾ പിന്നെ പപ്പടമൊക്കെ ഒന്ന് ചുട്ടെടുക്കുകയാണ്. അപ്പം നമ്മുടെ അപ്പലമാണ് കേട്ടോ, നാട്ടിലെ പപ്പടമല്ല ഇത്, ഇവിടെ കിട്ടുന്ന അപ്പലമാണ്. അപ്പോൾ എപ്പോഴും നമുക്കിവിടെ അപ്പലമാണ് കേട്ടോ ഇഷ്ടം, അതുകൊണ്ട് അപ്പലം ചുട്ടെടുക്കുകയാണ്. പിന്നെ പാത്തൂസിനാണെങ്കിൽ വിശക്കുന്നതെന്നും പറഞ്ഞ് തുടങ്ങി. ഗീ റൈസ് കണ്ടപ്പോൾ തന്നെ അവൾക്ക് വിശപ്പ് തുടങ്ങി. അപ്പോൾ അവൾക്ക് ആദ്യമേ തന്നെ കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അമ്മയുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ കറി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ ഒരു കോമ്പിനേഷൻ എന്തായാലും ട്രൈ ചെയ്യണം കേട്ടോ. ഇതിൻ്റെ രണ്ടിൻ്റെ റെസിപ്പി നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടല്ലോ. ചിക്കൻ കറിയുടെ റെസിപ്പി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, അപ്പോൾ നിങ്ങളൊന്ന് ചെക്ക് ചെയ്തോളൂ. അന്നേരം പാത്തൂസിന് കൊടുക്കാനായിട്ട് ഞാൻ പാത്തുവിനുള്ളതൊക്കെ വിളമ്പി പാത്തുവിന് കൊടുക്കാനായിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറേ ദിവസങ്ങൾക്ക് ശേഷം അവൾക്ക് ചോറിൽ നിന്നൊക്കെ ഒരു മോചനം, കഞ്ഞിയിൽ നിന്നൊക്കെ ഒരു മോചനം കിട്ടിയിരിക്കുകയാണ്. അതിൻ്റെ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ അവൾക്ക്. അവൾ വയറ് നിറച്ച് കഴിക്കുന്നത് കണ്ട് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് സന്തോഷമായി. കാരണം കുറേ ദിവസമായിട്ട് കുഞ്ഞിനൊന്നും കൊടുക്കാനോ എടുക്കാനോ ഒന്നും പറ്റുന്നില്ലല്ലോ എന്നുള്ളൊരു വലിയ സങ്കടം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. നമ്മൾ എല്ലാവരും നോക്കുന്നുണ്ട് നല്ല രീതിയിൽ, എന്നാൽ പോലും നമ്മളെക്കൊണ്ട് പറ്റുന്നില്ലല്ലോ എന്നൊരു സങ്കടം ഉണ്ടല്ലോ, അതെനിക്കുണ്ടായിരുന്നു. ഇന്ന് ഏതായാലും അത് മാറി. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ലഞ്ച്. ഗീ റൈസ്, ചിക്കൻ കറി, സലാഡ് ഉണ്ടാക്കിയായിരുന്നു, വെള്ള നാരങ്ങ അച്ചാറുണ്ട്, അതുപോലെ തന്നെ പപ്പടമുണ്ട്, പിന്നെ എന്താണ് ചിക്കൻ കറിയുണ്ട്. ചിക്കൻ കറി ഞാൻ ഒന്ന് പറഞ്ഞെന്ന് തോന്നുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ലഞ്ച്. അടിപൊളി ലഞ്ചായിരുന്നു കേട്ടോ. എനിക്ക് ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ലല്ലോ. ഇപ്പോഴാണേലും എനിക്ക് എരിവൊന്നും കഴിക്കാൻ പറ്റില്ല, അതുപോലെ ഒരുപാട് ഹാർഡായിട്ടുള്ളൊന്നും കഴിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വളരെ കുറച്ച് ഗീ റൈസും ചിക്കൻ കറിയുടെ ആണെങ്കിലും ഇത്തിരി ചാറൊക്കെ എടുത്തിട്ടാണ് കേട്ടോ കഴിക്കുന്നത്. കാരണം പല്ലിൻ്റെ അവിടേക്ക് പോയി കഴിയുമ്പോഴത്തേക്കും ഭയങ്കര വേദനയാണ്. അതുകൊണ്ട് തന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ ശ്രദ്ധിച്ച് കഴിച്ചില്ലെങ്കിൽ പണിയാകും. അപ്പോൾ ഞാൻ കുറച്ചായിട്ട് എടുത്ത് കഴിക്കുകയാണ്. നേരത്തെ ജ്യൂസും അതുപോലെ തന്നെ ഐസ്ക്രീമൊക്കെയാണ് കഴിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ 2 ദിവസമായതുള്ളൂ ഫുഡൊക്കെ കഴിക്കാനായിട്ടും തുടങ്ങിയിട്ട്. അപ്പോൾ അങ്ങനെ ഫുഡൊക്കെ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് ആസ്വദിച്ച് കഴിച്ചതിന് ശേഷം പിന്നെ ക്ലീനിങ് പരിപാടികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. കിച്ചണൊക്കെ ഒന്ന് അമ്മ പെട്ടെന്ന് തന്നെ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി ക്ലീൻ ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഹാളാണെങ്കിലും ഒന്ന് ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. അപ്പം എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ എത്ര വയ്യാതെ കിടന്നു കഴിഞ്ഞാലും നമ്മൾ എണീറ്റ് നമ്മൾ ചെയ്യുന്ന ജോലികളൊക്കെ ഒന്ന് ചെയ്ത് വരുമ്പോഴാണ് നമുക്കൊരാശ്വാസം കിട്ടുന്നത് അല്ലേ. അപ്പോൾ എന്തായാലും കുറച്ചൊരു സമാധാനമായിട്ടുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനകൾക്ക് ഒരുപാട് നന്ദി. ഇനിയും പ്രാർത്ഥന ഉണ്ടാവണം, എത്രയും പെട്ടെന്ന് ആ ഒരു പഴയ രീതിയിലേക്ക് വരാനായിട്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു നല്ല വീഡിയോയുമായിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.